ഇത് കാണുമ്പോൾ നല്ലൊരു ഫ്രെയിം നല്ലൊരു ആംഗിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതൊരു ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ പുരയിടത്തിലെ ഒരു തെങ്ങിൻ്റെ ദയനീയാവസ്ഥ കാണിക്കാനാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. ക്യാമറമാൻ ഫോളോ കരോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പുരയിടത്തിലെ ഒരു തെങ്ങിൻ്റെ ചോട്ടിലാണ്. ഇത് കണ്ടോ, ഇതാണ് ഈ തെങ്ങിൻ്റെ ഒരു അവസ്ഥ. ഈ നാളികേര കർഷകർ, തെങ്ങ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഷെയർ ചെയ്യണം. ഞാൻ ഈ പറയുന്ന വിഷയം സംബന്ധിച്ച് എഫക്റ്റീവായിട്ടുള്ള പ്രതിവിധി നിങ്ങളുടെ പുരയിടങ്ങളിൽ ചെയ്ത് പരിചയമുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. എനിക്ക് മാത്രമല്ല അനേകം പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അറിവും കൂടെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് തെങ്ങിലെ രോഗവും കീടവും ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 കീടങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ചെമ്പൻചെല്ലിയും കൊമ്പൻചെല്ലിയും. ഇതിൽ ചെമ്പൻചെല്ലി ഇതിൻ്റെ കൂമ്പോലയിൽ കുത്തി നീരൂറ്റി കുടിക്കും. പിന്നെ ഓല പൊങ്ങി വരുമ്പോൾ അതിങ്ങനെ കീറി പറഞ്ഞൊക്കെ കിടക്കും. ഇനി ഈ കൊമ്പൻചെല്ലി, ഈ കൊമ്പൻചെല്ലി ഉണ്ടാക്കുന്ന തുളയൊക്കെ ചെമ്പൻചെല്ലി അകത്ത് കയറുന്നു, അതിനകത്ത് മുട്ടയിടുന്നു. അതായത് റൈനോസസ് വീട്ടിലും റെഡ് പാം വീട്ടിലും ഈ ചെമ്പൻചെല്ലി മുട്ടയിട്ട് തെങ്ങിൻ്റെ മണ്ട മറയുന്നു. ഇങ്ങനെ ഒരു പ്രതിഭാസം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കൊമ്പൻചെല്ലിയേക്കാൾ ചെമ്പൻചെല്ലിയാണ് കൂടുതൽ അപകടകാരി. അപ്പോൾ ഈ ചെമ്പൻചെല്ലിനെ പ്രതിരോധിക്കാനായിട്ട് ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇമിഡാക്ലോപ്പിഡ് അടങ്ങിയിട്ടുള്ള കീടനാശിനികളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റാമിഡ അല്ലെങ്കിൽ കോൺഫിഡോർ പോലെയുള്ള ബ്രാൻഡുകൾ, അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഇമിഡാക്ലോപ്പിഡ് ആയിരുന്നു. അപ്പോൾ അത് ഒരു കാലഘട്ടങ്ങളിൽ ഫലപ്രദമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മരുന്നുകളൊന്നും ഇതിനേക്കണില്ല. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു മരുന്ന് തന്നെ ഒരു ബ്രാൻഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിന് വരും. അതുകൊണ്ട് നമ്മൾ പല ഇതുപോലെയുള്ള മരുന്നുകളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മരുന്നുകൾ ഏൽക്കാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. ഇപ്പോൾ ഈ ഒരു തെങ്ങ് കണ്ടോ, ഇത്ര വളർന്ന് പൊങ്ങി, ഇതിൻ്റെ തോട് കണ്ടോ. പണ്ടൊക്കെ നമുക്ക് തെങ്ങിൻ്റെ മണ്ടയിലായിരുന്നു ചെല്ലി കൊത്തി മണ്ട പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ടയിൽ യാതൊരു ലക്ഷണങ്ങളും കാണില്ല. ചോട്ടിൽ ഇത് കണ്ടോ, ഇങ്ങനെ പാട് കണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിലെ ചെല്ലി കുത്തിയേക്കുവാണ്. ചെല്ലി കുത്തിയിട്ട് അകത്ത് ചെല്ലി ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മരുന്ന് ഒഴിച്ച് നിർത്തിയേക്കുക. ഇതൊരു പ്രതിഭാസം. ഇനി ഞാൻ വേറൊരു കാണിച്ചു, ചെറിയ തൈകൾ, ഇതുപോലത്തെ തെങ്ങിൻ തൈകൾ നമ്മളൊരു 10-40 തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട്. അതിൽ മിക്ക തൈകളിലും ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ കുത്തി പോവുകയാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു പുരയിടത്തിൽ ഒരു കുറച്ച് തെങ്ങിൻ തൈകൾക്കൊക്കെ മാത്രമായിരുന്നു ഈ ചെല്ലിയുടെ ആക്രമണം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ വളരെ കോമൺ ആണ്. ഏത് തെങ്ങെടുത്ത് കഴിഞ്ഞാലും അതിൽ ചെല്ലിയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ വേറെ തെങ്ങ് കാണിച്ചു തരാം. നിങ്ങളത് കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു. ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. എൻ്റെ വേഷമൊന്നും നോക്കണ്ട, ഒരു വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കണോണ്ടാണ് ഇങ്ങനെ. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറമ്പിൽ പണിയാറുള്ളൂ. ഇത് കണ്ടോ, ഈ തെങ്ങിൻ്റെ മോൾഭാഗം കാണിച്ചു തരാം. തെങ്ങിൻ്റെ മോൾഭാഗം കണ്ടോ, അത്യാവശ്യം നല്ല കായ്പിടുത്തമുണ്ട്. ഈ തെങ്ങ് ക്ലീൻ ചെയ്തിട്ടില്ല. ശരിക്കും തെങ്ങ് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ നിർത്താതെ. ക്ലീൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ക്ലീൻ ചെയ്യാത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ക്ലീൻ ചെയ്യാൻ ഇതിൽ കയറാൻ പറ്റത്തില്ല, ഒരു ഏണി പോലും വെക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തെ അവസ്ഥയൊന്ന് കാണിച്ചു കൊടുത്ത് മുകളിലേക്ക് കാണിച്ചു. 5 ദിവസം ഞാൻ ആദ്യം ഒരു തെങ്ങിൻ്റെ ചോട് കാണിച്ചില്ലേ, അതേപോലെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നതിന് ശേഷം ഈ തെങ്ങ് ഈ പുറത്തെ ഈ ഒരു പോർഷൻ പൊളിഞ്ഞു പോയപ്പോഴേ ഞങ്ങളിത് കാണാൻ ആകെ ഇത്രയും തിന്നു. അത് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇതാ. പണ്ടൊക്കെ ചെല്ലി മുകളിലായിരുന്നു തിന്നുകൊണ്ടിരുന്നത്. കൂടുതൽ നമ്മൾ മണ്ട പറയുന്നതായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം തെങ്ങുകൾ, ഇത് ചില തെങ്ങുകൾ പെട്ടെന്ന് മറിഞ്ഞു വീഴുമ്പോൾ, അങ്ങനെ ഒരു തെങ്ങ് അവിടെ മറിഞ്ഞിട്ടുണ്ട്. മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്ക് അടിയിൽ ഇതുപോലെ വലിയൊരു ഹോളായിരിക്കും, പോടായിരിക്കും. ഇതാണെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും തെങ്ങ് കായ്ക്കുന്നുണ്ട് നന്നായിട്ട്. അതായത് ഈ സൈഡിൽ 2 സൈഡ് മാത്രം വേറെ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തെങ്ങ് ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് തെങ്ങിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് തെങ്ങുകളാണ് ഒരു ഏക്കർ സ്ഥലത്ത് തന്നെ പോകുന്നത്. അത് കേരളത്തിൽ ആകമാനമുള്ളൊരു പ്രതിഭാസമാണ്. അപ്പം അനേകം മരുന്നുകൾ നമുക്ക് പറയാനായിട്ടുണ്ടെങ്കിലും അതൊന്നും ഇഫക്റ്റീവ് അല്ലാത്തൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കർഷകൻ കമൻറ്റ് ചെയ്തു, കള്ളിൽ എന്തെങ്കിലും മണമില്ലാത്ത കീടനാശിനി കലക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചെല്ലികൾ അതിൽ വന്ന് വീണ് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന്. ആ ഒരു മെത്തേഡ് ഞാനിപ്പം ഒന്ന് പരീക്ഷിക്കാൻ നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ അറിയിക്കാം. അപ്പോൾ ഈ ഇമിഡാക്ലോപ്പിഡ് പോലെയുള്ള മരുന്നുകളൊക്കെ ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഈ ചെല്ലികളെ നിയന്ത്രിക്കാനായിട്ട് നല്ല മരുന്നുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എക്സ്പീരിയൻസ് വിശദമായിട്ട് തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു സഹായമാകും. അപ്പം കൂടുതൽ അപ്ഡേഷൻസ് നമ്മളിതിൽ മറ്റു പല മരുന്നുകളും പരീക്ഷിച്ച് വിജയിച്ച ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഇത്തരത്തിലുള്ള കാർഷിക സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ എപ്പിസോഡുകളൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.